തലസ്ഥാനത്ത് IPS ഉദ്യോഗസ്ഥനെതിരെ വനിതാ SIമാരുടെ പരാതി. IPS ഉദ്യോഗസ്ഥൻ മോശം സന്ദേശം അയച്ചെന്ന് കാട്ടി DIG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ എത്ര SIമാരാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥൻ ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണോ? രണ്ട് വനിതാ SIമാരാണ് IPS ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അജിത ബീഗത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പരാതി ലഭിക്കുന്നത്. ഇതേ തുടർന്ന് ഈ പരാതി നൽകിയ വനിതാ SIമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഇത് തുടർന്നാണ് പോഷ് ആക്ട് പ്രകാരം തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുന്നത്. ഈ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ അന്വേഷണത്തിന് നടപടിയെടുത്തിരിക്കുന്നത്. ഈ പോലീസ് ആസ്ഥാനത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിനുള്ള സെല്ലിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് മെറിൻ ജോസഫ് IPS ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് SP ആണ്. ഇവർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. കുറച്ച് നാളുകളായി ഇത്തരത്തിൽ നിരന്തര മെസ്സേജുകൾ ഈ IPS ഉദ്യോഗസ്ഥൻ അയക്കുന്നുവെന്നാണ് പറയുന്നത്. നേരത്തെ തെക്കൻ കേരളത്തിലെ ഒരു ജില്ലയിൽ SP ആയി പ്രവർത്തിച്ചിരുന്നു. ആ സമയത്തും ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചിരുന്നു. മോശം ദുരുദ്ദേശത്തോടെയുള്ള മോശം സന്ദേശങ്ങളാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മെസ്സേജിലൂടെ വ്യക്തമാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതി ലഭിക്കുന്നത് അജിത ബീഗത്തിനാണ്. അജിത ബീഗം ഇതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഇതിൽ പോഷ് ആക്ട് പ്രകാരം തുടർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിശോധിക്കുന്ന മെറിന് ഇത് കൈമാറിയിരിക്കുന്നത്. എന്തായാലും അതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ്, ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. ഇനി ഈ മെറിൻ ജോസഫ് ഇത് പരിശോധിച്ചതിന് ശേഷം മെറിൻ ജോസഫിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്രിമിനൽ നടപടി സ്വീകരിക്കണം. ഗൗരവപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ പരാതിയിൽ കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കേണ്ട ഒരു കേസാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകും. അതല്ല, വകുപ്പ് തല നടപടികൾ എന്തെങ്കിലും ഇതിൽ ഒതുക്കാവുന്ന കാര്യങ്ങളാണ്, അത്രയും അധികം തീരുമാനിക്കുകയാണെങ്കിൽ അത്ര നടപടികളിലേക്ക് പോകും. എന്തായാലും അതിന്റെ എത്രത്തോളം ഉണ്ട് ഇതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു ഗൗരവം എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഈ സന്ദേശങ്ങൾ ഉൾപ്പെടെ, ഇയാൾ അയച്ചിരിക്കുന്ന ഈ സന്ദേശങ്ങൾ ഉൾപ്പെടെ കൈമാറിക്കൊണ്ടാണ് ഈ പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയിൽ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന ആ മൊഴിയും അതോടൊപ്പം തന്നെ ഈ സന്ദേശങ്ങളിലും ഒരു കൃത്യതയുണ്ട്, അത് വസ്തുതാപരമാണ് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോഷ് ആക്ട് പ്രകാരം തുടർ നടപടി സ്വീകരിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അജിത ബീഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.